രസമുണ്ടായിരുന്നു കേട്ടാ. ആ പൂന്തോട്ടമൊക്കെ കാണിച്ചില്ലേ, ആരും ഇല്ലായിരുന്നു. അതെ അതെ, ഞാനുണ്ടായിരുന്നു. പിന്നെ ചിന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് കോള് വന്നു. അത് കഴിഞ്ഞ് വന്നപ്പോൾ പിന്നെ ചിന്നു ഹൈഡാക്കി വെച്ചിരുന്നു. പിന്നെ ഞാൻ കുറച്ച് നേരം പിന്നെ സൈലന്റ് ആയിരുന്നു. പിന്നെ ഞാനിങ്ങ് പോന്നു. പിന്നെ മോളെ വിളിക്കാൻ പോണമായിരുന്നു. ചിന്നു എപ്പോഴും പോയാലും പുറത്ത് പോകുമ്പോൾ അവിടുത്തെ കേട്ടോ അങ്ങനെ പടച്ചേ സൂപ്പറായിരുന്നു. കിടുക്കും കട്ട് ചെയ്തു. അത് കുഴപ്പമില്ല. ഇന്നൊരു ട്രയൽ അല്ലായിരുന്നു. ആൽബിൻ എന്ത് കിട്ടിയെന്ന് ചിൻ മിസ്സായിട്ടൊന്നുമില്ല, ഇവിടെ ഉണ്ട്. സന്തോഷേട്ടാ, ഇടയ്ക്ക് ചിന്നാണോ എന്ന് പരിശോധിക്കാം കേട്ടോ. വല്ല ഷെയ്ക്ക് ഐഡിയ ആണോ നോക്കണം. ചിന്നു എനിക്ക് നോട്ടി വന്നാൽ ഞാൻ വരും. 40 മിനിറ്റ്. കേട്ടോ, ചിന്നുവിന്റെ എൻ്റെ ഒന്നും നോട്ടി കിട്ടുന്നില്ലെന്നാ പറയുന്നത് കേട്ടോ. ചിന്നു നമ്മുടെ ബെൻസി സഗോയ്ക്ക് നമ്മുടെ ഒന്നും നോട്ടി കിട്ടുന്നില്ലെന്ന്. ബെൻസി സഗോയുടെ ഫോൺ കംപ്ലൈന്റ് ആയിരുന്നു. പുള്ളിക്കാരി ലൈവ് ചെയ്യുന്നില്ല, ഇപ്പൊ വീഡിയോസ് മാത്രമേ ഇടുന്നുള്ളൂ പറയുന്നത്. ചിന്നു മറ്റേ തങ്കച്ചി വന്നായിരുന്നു. എനിക്ക് ബ്ലൂ തരാമോ സന്തോഷം. എന്തിനാടാ നിനക്ക് ബ്ലൂ ഇല്ല, ഒരു തേങ്ങയില്ല നിന്റെ അടുത്ത്. ഇന്നലെ തൊട്ട് ബ്ലൂ വന്നിട്ട് അന്നേരം തൊട്ട് ബ്ലൂ ഉണ്ട് നിനക്ക്. 100 വട്ടം പറഞ്ഞടാ അഞ്ജലിക്ക് കൂട്ടുകൂടും, നീ കൊടുക്കുന്നില്ല. ബിൻസി നമസ്കാരം. നിനക്ക് എന്തിനാടാ ആൽബിനെ ബ്ലൂ? നീ അങ്ങോട്ട് കൂട്ടാക്കുന്നില്ലല്ലോ. ലൈവ് ഇട്ടാലും പെട്ടെന്ന് കട്ടാവും. അതെന്ത് കട്ടാവുന്ന? പെട്ടെന്ന് കട്ടാവോ? എന്താ ചേട്ടാ അങ്ങനെ പറയരുത്. തരില്ല. അവിടെ അഞ്ജലി ഇല്ല. ഇനിയിവിടെ നീ ഞാൻ മറ്റേ മകസുമയത്ത് വന്നിട്ടും നിങ്ങൾക്ക് രണ്ടുപേർക്കും ബ്ലൂ വന്നിട്ട് ഒരു കൂട്ടുകൂട്. ഒരു പുതിയ ചാനലാണ്, കൊച്ചാണ്, കുട്ടിയാണ്, നമ്മൾ സപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞിട്ട് 2 ദിവസം കൊണ്ടേ നിന്റെ അടുത്ത് പറഞ്ഞ് തൊണ്ടല് വെള്ളം പറ്റി. മകസുമയത്തെ പറഞ്ഞു, അദ്ദേഹവും കൂട്ടുകൊടുക്കുന്നില്ല. ഇപ്പം ബ്ലൂ വേണ്ട. എതുക്ക് ബ്ലൂ? നമ്മൾ ബ്ലൂ തരുന്നത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയല്ലേ. ഓക്കെ, എല്ലാവരും ഓടും. സ്നേഹം മാത്രം, സ്നേഹം തരുന്നുണ്ട്. ചിന്നുവിന്റെ ലൈവിലൊക്കെ വാ. ചിന്നുവിനെയൊക്കെ അങ്ങനെ മറക്കാൻ പാടുണ്ടോ? സന്തോഷട്ടാ. അടുത്ത ഓക്കെ, എല്ലാവരും അടുത്തത് അയക്കണം കേട്ടോ. അയക്ക. നീ ഞാൻ പറഞ്ഞവർക്കൊക്കെ നീ കൂട്ടുകൊടു, സപ്പോർട്ട് കൊടു. നിനക്ക് ഇതെല്ലാം സെറ്റാക്കി ഞാൻ അയച്ചു തരുന്നില്ലേ? എന്നിട്ട് നീ ലൈവ് ചെയ്തിട്ട് കൊടുക്കുന്നില്ലേ? നിന്റെ വീഡിയോ ഒക്കെ കണ്ട് ഇമോജി ഇട്ട് കൂട്ടാക്കിയൊക്കെ തരണം എന്ന് പറഞ്ഞു. നീ 1K നീ നേടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇല്ലാത്തവർക്ക് കൊടുക്കണം. മനസ്സിലായ? നമ്മൾ 1K ആയെന്നും പറഞ്ഞ് നമ്മൾ അഹങ്കരിക്കരുത്. പുതിയ ചാനലുകാരൊക്കെ കയറി വരുന്നുണ്ട്, അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അവരോട് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നേറാൻ പറ്റത്തുള്ളൂ. നിനക്ക് 1K എനിക്ക് 3K എന്ന് പറഞ്ഞ് നമ്മൾ അഹങ്കരിക്കരുത്. നമ്മളൊക്കെ ഇതൊന്നും ഇല്ലാതെ 0-ൽ നിന്ന് തുടങ്ങി വന്നവരാ. അത് മനസ്സിലാക്കണം. നമ്മൾ വന്ന വഴി മറക്കരുത്. ഇനി 10K ആയാലും നമ്മൾ മറക്കരുത്. കാര്യം നമ്മൾ ചിന്തിക്കുക, ഒരു വൃക്ഷം അതിന്റെ ഇലകൾ പച്ചയാണ്, പഴുത്തയാവും. പച്ചില ഒരിക്കൽ പഴുക്കും. ഇതിൽ കമന്റ് ഒന്നിച്ച് കുറെ കാണാം. അത് ഫുൾ ഇട്ട് തീർന്നു. ഇനി ഇടണമെങ്കിൽ പ്രോണാണോ? ഓക്കെ, അത് സെറ്റാക്കി തരാം പിന്നെ കേട്ടാ. ഇത് കമന്റ് ചിന്നു ഞാൻ ചോദിക്കാൻ വിചാരിച്ചിട്ടുണ്ട്. കമന്റ് എനിക്ക് ഈ ലൈവിലൊരു പ്രത്യേകത ഉണ്ട്. മറ്റേ നമ്മൾ നോർമൽ ലൈവ് പോലെയല്ല. കമന്റ് അവിടെ നിൽക്കത്തില്ല. ആൾക്കാർ കമന്റ് ഇടുമ്പോഴേ ഈ കമന്റുകൾ ഇങ്ങനെ തെളിഞ്ഞു വരുത്തുള്ളൂ. എന്താ ചേട്ടാ എന്തോ ആൽബിൻ നിന്നോട് നീ പൊറോട്ട അടിക്കണം എന്നാടാ നിനക്ക്. ചിന്നു കലിപ്പിലാണ്. ക്യാ ചിൻ ഓവാക്കിയ ചിൻ. നീ ചിന്നിന്റെ അടുത്ത് എന്താ പറഞ്ഞു? പൊറോട്ട അടിക്കാന്ന്. ഏടാ
നീ പൊറോട്ട അടിക്കാൻ